ഈശോയാൽ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ക്രിസ്തു സാക്ഷിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. ആരാണെന്നോ? ആദ്യ രക്തസാക്ഷിയായ സ്റ്റീഫനെ കൊല്ലാൻ ചുക്കാൻ പിടിച്ച സാവൂൾ എന്ന ക്രൈസ്തവ പീഡകൻ. ദമാസ്കസിൽ പോയി അവിടെയുള്ള ക്രിസ്തു ശിഷ്യരെ പിടിച്ചു കൊണ്ടുവന്ന് ജെറുസലേമിൽ പീഡിപ്പിക്കാൻ അധികാര പത്രവുമായി ദമാസ്കസിലേക്ക് പോകുന്ന സാവൂൾ അടുത്തെത്തിയപ്പോഴാണ് ഇതാ ആകാശത്തു നിന്നൊരു മിന്നലൊളി. സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്ന? ക്രൂശിതൻ ആകാശത്തു നിന്ന് ചോദിക്കുകയാ. 3 ദിവസത്തേക്ക് അന്ധനായി മാറിയ പൗലോസ് അനന്യാസിന്റെ കൈവപ്പിലൂടെ അന്ധത മാറുകയാ. അദ്ദേഹം പിന്നീട് 3 പ്രേക്ഷിത യാത്രകളാ യേശു സാക്ഷ്യമായി നടത്തുന്നത്. എത്രയെത്ര അത്ഭുതങ്ങള്! അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തില് 12-ാം തിരുവചനം, പൗലോസിന്റെ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ രോഗം സൗഖ്യപ്പെട്ടു, പിശാചുക്കൾ അലറിയോടി. ലിസ്റ്റായില് കാലുകൾക്ക് സ്വാധീനമില്ലാത്ത വ്യക്തിയെ സൗഖ്യപ്പെടുത്തി. 3-ാം നിലയിൽ നിന്ന് താഴെ പതിച്ച എവുത്തിക്കൂസ് എന്ന യുവാവ് മരിച്ചു. എന്നാൽ മരിച്ച എവുത്തിക്കൂസിനെ പൗലോസ് ഉയർപ്പിച്ചു. തടവറയില് പൗലോസും സീലാസും പാട്ട് പാടിയപ്പോഴ് ഭൂകമ്പമുണ്ടായി, വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സാക്ഷിയായി മാറിയാൽ നമ്മുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിരിക്കും. ദൈവത്തെ സ്വന്തമാക്കണ്ടേ? നമുക്ക് യേശു സാക്ഷികളായി മാറാൻ ദൈവം തന്നെ കൃപ നിറയ്ക്കുന്നുണ്ട്. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.